ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അതായത് ഓരോരുത്തൻ തനിക്ക് യുക്തമായി തോന്നിയതുപോലെ ചെയ്തു എന്നാണ്. മനുഷ്യരായ നാം ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും യുക്തിക്കും അനുസരിച്ച് ജീവിക്കാതെ നാം ദൈവഹിതപ്രകാരം ജീവിക്കണം എന്ന് ദൈവം പദ്ധതി ഇട്ടതുകൊണ്ടാണ് ആത്മീക അധികാരങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്നിരിക്കുന്നത്. ഓരോ ദൈവ പൈതലും ആത്മീക അധികാരത്തിൻ്റെ കീഴിൽ ആയിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. രാജാവിൻ്റെ കീഴിൽ ആയിരിക്കണം രാജ്യത്തിലെ ജനങ്ങൾ എന്നുള്ളത് ദൈവം വച്ചിരിക്കുന്ന അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ രാജാവില്ലായിരുന്ന ആ സമയത്ത്, ഇസ്രായേലിൽ ആ കാലത്ത് രാജാവില്ലായിരുന്നു, അതുകൊണ്ട് ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. രാജാവുണ്ടായിരുന്നെങ്കിൽ ആരും അവരവർക്ക് ബോധിച്ചതുപോലെ നടക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ആരും തനിക്ക് ബോധിച്ചതുപോലെ നടക്കാതെ ഇരിക്കേണ്ടതിനാണ് ദൈവം രാജാവിനെ അവർക്ക് നിയമിച്ചിരുന്നത്. ഇന്നും ഈ വചനത്തിന് വളരെ പ്രാധാന്യം ഉണ്ട്. മത്സരം ഇന്നത്തെ ആത്മീയ സമൂഹത്തിൽ വളരെ ശക്തമായിട്ട് കാണപ്പെടുന്നു. കോരഹിൻ്റെ മത്സരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും. മോശയോട് മത്സരിച്ച കോരഹിൻ്റെ ജീവിതത്തിൽ വന്ന ദൈവിക ന്യായവിധികളെക്കുറിച്ച് തിരുവെഴുത്ത് വളരെ സവിസ്തരമായി പഠിപ്പിക്കുന്നുണ്ട്. മോശ ആരായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു നേതാവായിരുന്നു മോശ. ദൈവത്തെ അഭിമുഖമായി അറിഞ്ഞവനായിരുന്നു. എൻ്റെ ആലയത്തിലൊക്കെയും വിശ്വസ്തൻ എന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച മോശയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇസ്രായേൽ മക്കൾക്ക് മോശയുടെ സാന്നിധ്യവും അവൻ്റെ അസാന്നിധ്യവും ഉണ്ടാക്കിയതായ സംഭവങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മോശയുടെ സാന്നിധ്യത്തിൽ വാസ്തവത്തിൽ ദൈവം അവർക്ക് ദൈവം തന്നെ ആയിരുന്നു. മോശ ദൈവം അവർക്ക് വെച്ചിരുന്ന ഒരധികാരമായിരുന്നു. മോശയുടെ അധികാരത്തിൻ്റെ കീഴിൽ വേണം ഇസ്രായേൽ മക്കൾ നടക്കുവാൻ. മോശ അവരെ ഭരിക്കുവാനുണ്ടായിരുന്നപ്പോൾ, അവർക്ക് നേതാവായി ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ദൈവമായിരുന്നു അവരുടെ ദൈവം. എന്നാൽ മോശയുടെ അസാന്നിധ്യത്തിൽ അവർ കാളക്കുട്ടിയെ വണങ്ങുന്നത് നാം തിരുവെഴുത്തിൽ കാണുന്നു. മോശയുള്ളപ്പോൾ ജനം ആത്മീയരായിരുന്നു. എന്നാൽ മോശയുടെ അസാന്നിധ്യം അവരെ ആരാധനക്കാരാക്കി മാറ്റുന്നു. ഇതുപോലെ തന്നെയാണ് ഇസ്രായേലിൽ രാജാവുണ്ടായിരുന്നു. രാജാവിൻ്റെ സാന്നിധ്യം അവർക്ക് എല്ലാ കാര്യങ്ങളിലും നല്ലതായിരുന്നു. എന്നാൽ രാജാവില്ലാതെ വന്നപ്പോൾ രാജാവിൻ്റെ അസാന്നിധ്യം എങ്ങനെയും ജീവിക്കാം എന്നുള്ള ചിന്തയിലേക്കാണ് അവരെ നയിക്കുന്നത്. ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ ഓരോ അധികാരത്തിൻ്റെ കീഴിൽ ആക്കി വച്ചിരിക്കുന്നു. ദൈവം അധികാരപ്പെടുത്തിയിട്ടുള്ളവർ, അവർ ദൈവത്തോട് കടപ്പാടുള്ളവരാണ്, കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്: നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് നിങ്ങൾ അവർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. അവർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകൊണ്ട് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ അത് ചെയ്യുവാൻ നിങ്ങൾ അനുവദിക്കുവീൻ എന്നുള്ളത്. ദൈവത്തിൻ്റെ പരമാധികാരം നാം അംഗീകരിക്കണം. അതിനെതിരെ നാം മത്സരിക്കാൻ പാടില്ല. കോരഹ് അതിന് എതിരെയാണ് മത്സരിച്ചത്. ദൈവം ആക്കി വച്ചിരുന്ന അധികാരത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ ആ അധികാരസ്ഥാനത്തിനെതിരെ
കോരഹ് മത്സരിച്ചു. കോരഹിൻ്റെ മത്സരത്തിൽ കൂട്ടുകൂടിയവരെല്ലാം നശിച്ചുപോയി. ഇന്നും ദൈവം ഓരോരുത്തരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. നാം അതിനെല്ലാം കീഴ്പ്പെടേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ നാം കീഴ്പ്പെടേണ്ട അനേക കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാസന്മാർ യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. നമുക്ക് സ്വതന്ത്രൻ ആകുവാൻ കഴിയുമെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു അവർ കീഴടങ്ങിയിരിക്കട്ടെ എന്നാണ്. ഇന്ന് പകൽ യാതൊരു തരത്തിലുമുള്ള മത്സരത്തിൻ്റെ ആത്മാവ് ഈ വചനം കേൾക്കുന്ന ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും എവിടാണെങ്കിലും ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഏത് മേഖലയിൽ ആണെങ്കിലും വിധേയപ്പെടുവാനുള്ളവർക്ക് വിധേയപ്പെട്ടും കീഴ്പ്പെടുവാനുള്ളവരുടെ മുമ്പിൽ കീഴ്പ്പെട്ടും അനുസരണം കാണിക്കേണ്ടവരോട് അനുസരണം കാണിച്ചും റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ ഭയം കൊടുക്കേണ്ടവർക്ക് ഭയം, മാനം കൊടുക്കേണ്ടവർക്ക് മാനം, ഇതൊക്കെ കൊടുക്കുവാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ. കർത്താവായ ദൈവമേ, ഒരിക്കലും മത്സരികളാകാതെ മത്സരികൾ വരേണ്ട ദേശത്ത് പാർക്കും എന്ന മുന്നറിയിപ്പ് ഞങ്ങൾക്കുള്ളതുകൊണ്ട് അനുസരണമുള്ള ദൈവമക്കളായി കീഴ്പ്പെടുന്നവരായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിൽപ്പാൻ കൃപ തരണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.